ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജയ്മേരി. ഞാൻ ഇവിടെ ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഏപ്രിൽ 5-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ഒരു 9-10 വയസ്സ് തുടങ്ങി ഞാനിവിടെ എൻ്റെ അമ്മച്ചിയുടെ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ്. പിന്നെ അത്രയും വൈകിയാണ് ഞാൻ എടുക്കേണ്ടി വന്നതെന്നേ ഉള്ളൂ. അന്ന് എടുക്കുമ്പോൾ ഞാനൊരു നേഴ്സാണ്. എൻ്റെ 4-ാം വർഷ നേഴ്സിംഗ് പഠനത്തോടനുബന്ധിച്ചാണ് ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ എക്സാം പാസ്സാവാനായിട്ട്, അവസാന വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷനായിരിക്കും. അപ്പോൾ എക്സാം പാസ്സാവാനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപവും തൈലവും എല്ലാ നേർച്ച വസ്തുക്കളും ലഭിച്ചിരുന്നു. ഞാൻ പ്രാർത്ഥന കൃത്യമായി ചെയ്തു, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ഞാനൊരു കോളേജിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിനെ സഹായിക്കാനും അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം അവർക്കിടയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുമായിട്ടുള്ള അവസരം കിട്ടി. അങ്ങനെ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന് സമർപ്പിച്ച് ചെയ്തതിൻ്റെ ഫലമായി ഞാൻ ഒരു പാസ് മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കെൻ്റെ ദൈവം ഒരുപാട് മാർക്ക് നൽകി, പ്രതീക്ഷിച്ചതിനും അപ്പുറം ഡിസ്റ്റിങ്ഷൻ നൽകി അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും OET ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാനും OET ചൂസ് ചെയ്യാനാണ് ഇരുന്നത്. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞു, നിനക്കൊന്ന് ജർമ്മൻ നോക്കിക്കൂടെ, ജർമ്മനിക്ക് പോയിക്കൂടെ. അപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ഈ ജർമ്മനി എങ്ങനെ പഠിക്കും, ജർമ്മനിയിൽ എങ്ങനെ എത്തും, ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ആരോ എന്നെ നിയന്ത്രിച്ച് അവിടെ കൊണ്ടുപോയി എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. അതിനോടൊപ്പം തന്നെ 2ാമത് ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു നല്ല ഭവനം, ഒരു നല്ല സൗകര്യമുള്ളൊരു ഭവനം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പാർക്കാനായിട്ട്. പക്ഷേ അതിന് തടസ്സങ്ങൾ ഒരുപാട് നേരിട്ടെങ്കിലും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് തന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നൽകി ദൈവം അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ജർമ്മൻ പഠനമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ, ഞാനൊരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പൊതുവേ ഓൾഡ് ഏജ് ഹോമിലാണ് കിട്ടാറുള്ളത്. അതും നല്ല ജോലി തന്നെയാണ്. പക്ഷേ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ, എനിക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു തന്നു. അതിനുശേഷം പരീക്ഷയുടെ സമയമാണ്. എനിക്ക് B1 മതി പോവാനായിട്ട്. പക്ഷേ അവിടെ നല്ലൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ B2 വേണം. അപ്പോൾ എൻ്റെ പ്ലാൻ B1 വെച്ചിട്ട് പോവാൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതും. പക്ഷേ B1 പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിസയുടെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഒരുപാട് ലാഗ് വന്നു. അങ്ങനെ ഞാൻ B2 എക്സാം എഴുതി 3 എനിക്ക് കിട്ടി. ഒരെണ്ണം 1 മാർക്കിന് എനിക്ക് പോയി. കിട്ടത്തില്ല എന്നുറപ്പുള്ളത് എനിക്ക് കിട്ടി, കിട്ടും എന്നുറപ്പുള്ളത് 1 മാർക്കിന് എനിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു ക്രിയയാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ഒന്നും കൂടി അടുക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്ന ഒരു സിഗ്നലാണിതെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ എപ്പോഴും ഞാൻ കുത്തിവെക്കുമായിരുന്നു. ഏത് എക്സാമിന് പോയാലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയാലും ഞാൻ കാശുരൂപം എൻ്റെ ശരീരത്തിൽ വെക്കുകയും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ എക്സാമിന് 1 മാർക്കായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ദൈവം 15 മാർക്ക് നൽകി അനുഗ്രഹിച്ചു. അത് വേണ്ടുവോളം അല്ല, വേണ്ടുവോളത്തിലും അധികമാണ് എനിക്ക് എൻ്റെ ദൈവം തന്നത്. അതിനുശേഷം പിന്നെ വിസയുടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. നമ്മൾ ജർമ്മനിയിലോട്ട് പോകുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളുടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം. ഞാനത് ജർമ്മനിക്ക് അയച്ചിരുന്നു. എനിക്ക് സാധാരണ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു കമ്പനിയാണ് എനിക്കും ചെയ്തു തന്നെ. അപ്പോൾ അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. എൻ്റെ ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് വെരിഫൈഡ് അല്ല, വാലിഡ് അല്ല എന്നെനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ വാതിലടച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് മെയിൽ വന്നു, നീ നിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഇങ്ങോട്ടേക്ക്, ഞങ്ങൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നവർ പറഞ്ഞു. അങ്ങനെ അവരത് മുൻകൈ എടുത്തു, എല്ലാം വാലിഡാക്കി, എല്ലാ ഡോക്യുമെൻറ്റ്സും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം അതിനനുസരിച്ച്
പിടിച്ച് നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു വിഷമമായി. ഞാനിനി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുവാണല്ലോ, എക്സാമും പാസ്സായി, വിസയുടെ ഒരു സമയം. അപ്പോൾ എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് ഒരു വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച് ഒരു ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് ഞാൻ ഒരിക്കലും പഠിക്കില്ല എന്ന് വിചാരിച്ചൊരു ഭാഷ പഠിപ്പിക്കാനായിട്ടുള്ള അവസരം എനിക്ക് എൻ്റെ അമ്മ നൽകുകയുണ്ടായി. അതിനോടൊപ്പം എൻ്റെ വിസ പ്രോസസ്സിങ്ങും എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ 12-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോടും നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയോട് പറയാതെ പോയാൽ എനിക്ക് അവിടെ എത്താനും പറ്റില്ല. എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എനിക്ക് ആത്മീയമായിട്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് വിഷമിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ദൈവം ഉള്ളിലുണ്ടെങ്കിലേ അതൊക്കെ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ. ഇനി എനിക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അതിന് ദൈവത്തോട് നന്ദി പറയത്തേ ഉള്ളൂ. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. എവിടെ എത്തിക്കണമെന്ന് എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു നിന്ന് പഠിച്ചത്. അപ്പോൾ അവർക്കിടയിൽ വേണ്ട രീതിയിലുള്ള സഹായങ്ങളും, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ സഹായിക്കുമായിരുന്നു. അവർക്ക് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, മുതിർന്നവരെ സഹായിക്കുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ രോഗികളായിട്ടുള്ളവരെ ഞാൻ സന്ദർശിക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും, പാടാനൊന്നും വലിയ കഴിവില്ലാത്ത എന്നെ, അവിടെ ചെറിയൊരു പള്ളിയാണ്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ പോയി കർത്താവിൻ്റെ പാട്ടും പാടിക്കൊണ്ടായിരുന്നു എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. അതൊക്കെ ഒരു ശക്തി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ ദൈവം ആ ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോകുന്നു. ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. 1 സാമുവേൽ 18:14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ജയ്മേരി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിജയങ്ങളെയും നന്മകളെയും സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ പറയുന്നത് പോലെ കുഞ്ഞുനാൾ മുതൽ മകൾക്ക് ഏറ്റവും പ്രാർത്ഥനയുടെ ഇടമായി, സന്തോഷമുള്ള ഇടമായി എത്തിച്ചേരുന്നതാണ് കൃപാസനം. വീടെടുത്തായതുകൊണ്ട് അമ്മയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കുക, ഓടി വന്ന അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോവുക, ആ ശീലം കുടുംബത്തിൽ അമ്മയിലൂടെ മകൾക്ക് ലഭിച്ചതും അമ്മയോടൊപ്പം ആലയത്തിൽ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥനയ്ക്കും അതോടൊപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും ആരാധനകളും ഒക്കെ കൂടിയൊരു മകളാണ്. മകളുടെ നഴ്സിംഗ് പഠനം അവസാനം എത്തുമ്പോഴാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഒരു ആവറേജ് സ്റ്റുഡൻ്റായ തനിക്ക് അത് എല്ലാം നന്നായി പൂർത്തീകരിക്കുവാൻ, വിജയിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നൊരാശങ്ക തോന്നിയ നാളുകളിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മ മാതാവിൻ്റെ കരം പിടിച്ചതോടെ യാതൊരു അല്ലലുമില്ലാതെ, പാനിക്കാവാതെ എനിക്ക് ആ നഴ്സിംഗ് പഠനം വേഗത്തിൽ നന്നായി പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു. രണ്ടാമത്തത്, വിദേശത്ത് പോകണമെന്ന ഒത്തിരി ആഗ്രഹമുണ്ട്. എന്ത് പഠിക്കണം, എങ്ങോട്ട് തിരിയണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ജർമ്മൻ പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം പോലെയാണ് മകൾ നയിക്കപ്പെടുന്നത്. ഒരു ഭാഷ പഠിച്ചെടുക്കുക വളരെ പ്രയാസകരം, ജർമ്മൻ വളരെ പ്രയാസമുള്ളൊരു ഭാഷ. മകളത് പഠനത്തിൽ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഷാ പഠനം ഒരുവിധം നന്നായി മകൾ B1 വരെ പൂർത്തീകരിച്ച് ജയിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, അതും അവിടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുന്ന വിധത്തിൽ, കെയർ ഹോം അല്ല, ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു തന്നു. എന്നാൽ അവസാനം വിസ പ്രോസസ്സിലേക്ക് വരുമ്പോൾ വലിയ പ്രതിസന്ധി അതിൻ്റെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റ്സിൽ വന്നു ചേരുന്നു. അതും മകൾ പറയുന്നുണ്ട്, എനിക്ക് ചോദിക്കുവാനും എനിക്ക് ആശ്രയിക്കുവാനും എനിക്ക് കൊടുക്കുവാനും അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ. അമ്മയുടെ സന്നിധിയിലാണ് ഞാനത് മുഴുവനും സമർപ്പിച്ച് എൻ്റെ വർഷവും മാസവും നഷ്ടപ്പെടുമോ എന്ന് ആദ്യയോടുകൂടി ചോദിച്ചത്. അങ്ങനെ മാതാവിൻ്റെ അരികിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ചോദിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ഡോക്യുമെൻറ്റ്സ് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു. സാധാരണ അങ്ങനെ ചെയ്യാറുള്ളതല്ല. മകൾ പറയുന്നത്, അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തെ നയിക്കുമ്പോൾ അമ്മ കൂടെ നടന്ന് എവിടെയാണോ എത്തിക്കേണ്ട ഇടം വരെയും യാതൊരു തടസ്സവും വരാതെ, വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തന്നുകൊണ്ട് അത് തരണം ചെയ്യുവാനുള്ള വഴികൾ തുറന്നു തന്നുകൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കും. ഇത് വിശ്വസിച്ച് അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കേണ്ടതാണ്.
അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഈശോ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഈശോ അത് ശുഭകരമാക്കുന്നതിന് വേണ്ടി, അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിതം വന്നെത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് എപ്പോഴും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും. അതിനെയാണ് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുക. സന്തോഷത്തോടുകൂടി വിദേശത്ത് പഠനത്തിനും അതോടൊപ്പം ജോലിക്കുമായി മകൾ പോകുമ്പോൾ ഒന്ന് ഉറപ്പിച്ച് പറയുന്നു, ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവകൃപയാൽ മാത്രം. സാധാരണ സ്കൂളിൽ പഠിച്ചവൻ തന്നെ മറ്റുള്ള ഈ ഭാഷ, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുവാനുള്ള കഴിവ് നൽകിയത്, വിദേശത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ തുറന്നു നൽകിയത്, അതിൽ വന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിസ്സാരമായി തരണം ചെയ്യുവാനുള്ള വ്യക്തികളെ എനിക്ക് ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്ന് നൽകിയത് എല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടലും സഹായവുമായിരുന്നുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി ഉറപ്പുള്ള ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ്. നമ്മൾ ഉടമ്പടിയിൽ ആശ്രയിക്കുമോ, ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കും, കൂടുതൽ മനസ്സിന് ആത്മധൈര്യം നൽകിക്കൊണ്ടിരിക്കും, നമ്മുടെ ആത്മീയ വളർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, സന്തോഷങ്ങളിൽ ഞാനിനി മതിമറക്കില്ല, സങ്കടം വന്നാൽ ഞാനിനി ദൈവത്തെ വിട്ടുപോവില്ല, കാരണം എന്നെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിലുണ്ടെന്ന്, ദൈവമെല്ലാം നന്മയ്ക്ക് വേണ്ടി ഒടുവിൽ പരിണമിപ്പിക്കുമെന്ന് ആ ബോധ്യത്തോടു കൂടിയാണ് ഞാനിന്ന് ജീവിക്കുന്നതെന്ന്. ഉടമ്പടിയുടെ ജീവിതം നമ്മളെ നയിക്കേണ്ടത് ഈയൊരു വലിയ കാഴ്ചപ്പാടിലേക്കാണ്. എന്നെക്കുറിച്ച് എൻ്റെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ആ ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അകറ്റി, തടസ്സങ്ങൾ നീക്കി, കൂടുതൽ സന്തോഷത്തിലും സ്നേഹത്തിലും ഐശ്വര്യത്തിലും ജീവിക്കുവാൻ എൻ്റെ ഈശോനാഥൻ എന്നെ സഹായിക്കും. അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ നിയോഗങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി മാതാവ് നമുക്ക് കൂട്ടാവട്ടെ. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.